ചെറിയ അറകളാണ്, ഗുഹയ്ക്കകത്ത് കയറുന്ന ഫീലിംഗ്. ഈ കാണുന്ന ഒരു ഫോട്ടോ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ഗൾഫിലെ ഏറ്റവും നല്ല പ്യൂർ ഗോൾഡ് കിട്ടുന്ന സ്ഥലം കൂടെ കേട്ടോ ഈ ബഹ്റൈൻ. കുറേ വിൻറ്റേജ് കാറിൻ്റെ കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ ഇപ്പോൾ നമ്മൾ 6 മാസം വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈനിൽ വരുന്ന ആളുകൾക്ക് ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഈ രാജ്യം എങ്ങനെ ചുറ്റിക്കറങ്ങി കാണാമെന്നുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഫുഡ്, ഇവിടുത്തെ താമസം, ചെലവ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഒന്നാം പാർട്ടായിട്ട് നമുക്ക് ബേസിക്കായിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിൽ ഒരു 6 hours കൊണ്ട് കറങ്ങാൻ പറ്റുന്ന ചില രാജ്യസ്ഥലങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു ന്യൂ ബ്ലോഗ്. പല ആളുകളുടെയും ഒരു തെറ്റുകാരനാണ് ബഹ്റൈനും കാണാൻ വരുന്നത് ഇവിടുത്തെ നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സംഭവം കാണാനുണ്ട്. അത് 2 തരത്തിലാണ്. ഒന്ന് ഹിസ്റ്റോറിക്കലായിട്ട് യുനെസ്കോയുടെ അണ്ടറിൽ വരുന്ന കുറേ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. പിന്നെ രണ്ടാമത് ഫുഡ്, നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫുഡ് അഫോർഡബിളായിട്ട് കഴിക്കാനും അതിനും ഇവിടെ സൗകര്യമുണ്ട്. നല്ല ഫസ്റ്റ് ക്ലാസ് ഹോട്ടൽസ്, റൂംസ്, ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യണോ, അതുപോലെ വാട്ടർ ടാക്സിയോ അല്ലെങ്കിൽ ജെറ്റ് സ്കിയോ, അങ്ങനെ എന്ത് ആവശ്യങ്ങൾക്കും ബഹ്റൈൻ എന്ന രാജ്യത്തിൽ എല്ലാം കൊണ്ട് നമുക്ക് എന്താ പറയുക അഫോർഡബിളായിട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സേഫ്റ്റിയാണ്. ഒരാളും നമ്മളെ ഒന്നും പറയാനില്ല. നമുക്ക് വരിക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, പോവുക. പക്ഷെ നമ്മൾ ആ മര്യാദകളൊക്കെ പാലിച്ച് കഴിഞ്ഞാൽ നോ പ്രോബ്ലം. എന്നുണ്ട് സെറ്റല്ല, സെറ്റ് പൊളി വൈബ്. മെയിനായിട്ട് കാലാവസ്ഥ കേട്ടോ. ഈ കാലാവസ്ഥയോടെ അടിപൊളിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുക, ഫാമിലി ആയിട്ട് വരിക, റീൽസൊക്കെ എടുക്കുന്ന ആളുകൾക്ക് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് 2 kilometer നിങ്ങൾ യൂബറൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പേളിംഗ് പാത്ത് നിന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മുഹറക്ക് ഭൂമഹർന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ മുമ്പിലേക്ക് വരും. ആ ബ്രിഡ്ജ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ശാന്തസുന്ദരമായ സ്ഥലം കാണാൻ സാധിക്കും. എന്തൊരു ഭംഗിക്കാണ് ഇവർ ഇതിനെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് വന്നു. ചുമലൊക്കെ ഉണ്ടല്ലോ, നല്ല മനോഹരമായിട്ടുള്ള പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത്. ഇതൊക്കെ എന്താ പറയുക, മുഹറക്ക് എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഹ്റൈനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ ഒരു മുഹറക്ക്. പണ്ട് ഈ രാജ്യത്തിൻ്റെ ക്യാപിറ്റലൊക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. വെൽ മെയിൻ്റനൻസ് ആണ് ഈ ഒരു പ്രദേശം കേട്ടോ. 2 ദിനാർ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് കടലിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ബോട്ട് സർവീസൊക്കെ നടത്താൻ പറ്റും കേട്ടോ. ഇത് ഭൂമഹറിൻ്റെ അടുത്തായിട്ട് സാദ എന്ന് പറയുന്നൊരു സ്ഥലത്തിലാണ് ഈ ഒരു ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പരിസരത്തായിട്ട് കുറേ റെസ്റ്റോറൻറ്റ്, കഫേ ഒക്കെ ആയിട്ട് ഒരു സെറ്റപ്പാണ്. ഖത്തറിലേക്ക് പോകുന്ന ഒരു ഫെറി സർവീസൊക്കെ ഉണ്ടായിരുന്നല്ലേ, ആ സംഭവം കേട്ടോ. ഇത് നേരെ പോകുന്നത് ഖത്തറിലേക്കാണ്. അപ്പോൾ നിലവിൽ സർവീസ് ഇല്ലയെന്നാണ് അറിഞ്ഞത്. ഇവിടുന്ന് ജറാദ് ഐലൻഡിലേക്ക് പോകാൻ സാധിക്കും. പ്രൈവറ്റ് കാൾ വരുന്നത് ഇത് പ്രൈവറ്റായിട്ട് നമുക്ക് 15 ആളുണ്ടെങ്കിൽ 20 അടുത്ത ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാനൊക്കെ പറ്റും. ശരി, ടാക്സിനാ. ഒരു 2.5 ദിനാറിന് വർത്താണ് വെച്ചാൽ സംഗതി വർത്താണ്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, ഫുള്ള് സൗണ്ട്. ഞാനിരിക്കുന്നത് ഒന്നാമത് ഒരു മോട്ടറുടെ അടുത്താണ്. മുമ്പിലിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഡിസ്റ്റർബ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഒരു അഡ്ജസ്റ്റ് ചെയ്താണ്. പക്ഷേ ഇത് നൈസ്. നമ്മൾ ഏതൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവരുടെ തലസ്ഥാന നഗരിയിൽ കാണുന്ന വൻകിട കെട്ടിടങ്ങൾ, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളെന്ന് പറയില്ല, ആ ഒരു കെട്ടിടങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ബഹ്റൈൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ആ പോകുന്നത്. ഈ ഒരു മനാമ എന്നുള്ള സ്ഥലത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് ബൈ ബസ് വഴി വരാൻ സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ ടാക്സി സർവീസ്, ഊബർ പോലുള്ള എല്ലാ പരിപാടികളുണ്ട്. ബസ്സിൽ ഏറ്റവും ചീപ്പായിരിക്കും, 300 ഫിൽസ് എന്താണ് ചാർജ്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തേക്ക് പോകാനും ആ ഒരൊറ്റ ചാർജ് കേട്ടോ. അതൊരു വലിയൊരു സൗകര്യമാണ്. ഇതാട്ടോ സിറ്റിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ. ഡൗൺ ടൗൺ റൊട്ടാന, ഒരു 4 സ്റ്റാർ ലെവലുള്ള ഹോട്ടലുകൾ, ബെറ്റൽകോ സിമെൻ്റ് ഓഫീസ്, ഒരു പള്ളിയുണ്ട്, ജോയ് ആലുക്കാസ്. നല്ല മനോഹരമായിട്ട് എന്താ പറയുക, നല്ല വൃത്തിയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ മുഹറക്ക് കണ്ട പോലെ തന്നെ എല്ലാ സ്ഥലവും ഇവിടെ ബഹ്റൈനിൽ ഓൾമോസ്റ്റ് സ്ഥലങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ കാണുന്നതാണ് സിറ്റിയുടെ ഭംഗി കേട്ടോ. ഇന്നിപ്പോൾ ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും കാണുന്നില്ല. ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ജഗപുക, തിരക്കും ബഹളവും ഒച്ചപ്പാടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് പെഡസ്ട്രിയൻ സിഗ്നൽ ക്രോസ് ചെയ്യണം നമുക്ക്. യെസ്, നമുക്കുള്ള വഴി പച്ച കത്താൻ വേണ്ടി കാത്തു നിൽക്കാം. അപ്പോൾ വൈ അതൊക്കെയാണ്. ഇവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി കേരള ഫുഡ്, അതുപോലെ ബാംഗ്ലൂർ, തമിഴ്നാട്,
ആന്ധ്ര ഫുഡ്, അങ്ങനെ എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനത്തിൻ്റെ ഫുഡും ഇവിടെ കിട്ടും കേട്ടോ. കുറേ വിൻറ്റേജ് കാറിൻ്റെ കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടിട്ട് ടൊയോട്ട ലാൻഡ് ക്രൂസർ പഴയ ഒരു വണ്ടിയാണ്. നമ്മുടെ നാട്ടിലെ അംബാസഡർ പോലെയില്ലേ, മെർച്ചഡീസ് ബെൻസിൻ്റെ, ഇതും ഒരു അംബാസഡറുടെ പഴയ കാലമല്ലേ, ആ ഒരു ടൈപ്പ് സാധനങ്ങൾ. കാബ്രീസ് പോലത്തെ സാധനങ്ങൾ. അയ്യോ തട്ടി. ഈ ലൈനിൽ മുഴുവനും വിൻറ്റേജ് കളക്ഷൻസ് കേട്ടോ. മനാമ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലമാട്ടോ അതൊക്കെ. കണ്ടിട്ട് കുറേ ഫുഡിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ രാത്രിയിലാണ് ഉണരുക. രാത്രിക്കകത്ത് ഫുള്ള് ക്രൗഡായിരിക്കും. അന്നൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നടക്കുന്നില്ല. വീണ്ടും ഒരു വിൻറ്റേജ് കാർ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ പരിപാടി എന്നറിയില്ല. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽ. ഇവിടുത്തെ പരിപാടികൾക്ക് രാത്രിയില്ല കേട്ടോ, അതുകൊണ്ട് എല്ലാ കൗണ്ടറും ക്ലോസ് ചെയ്തിട്ടിരിക്കും. രാത്രി ജഗബുക ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ. കുറേ കാർട്ടൂൺസിൻ്റെ പിക്ചേഴ്സൊക്കെ ഉണ്ട്. കണ്ടിട്ട് സെലിബ്രിറ്റീസിൻ്റെ കുറേ പിക്ചേഴ്സും പ്രൊഫൈലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വഴി കേട്ടോ. ഇതൊക്കെ രാത്രി ലൈറ്റൊക്കെ ഇട്ട് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. ഇതാണ് മാർക്കറ്റിൻ്റെ ഉൾവശം കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതുകൊണ്ട് വല്ലാണ്ട് ഇവിടെ കളിക്കുന്നില്ല. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന റേഞ്ച് റോവറുടെ പോലീസ് വണ്ടികളാണ് കേട്ടോ. മനാമ പോസ്റ്റ് ഓഫീസാണ് തോന്നുന്നു. പോസ്റ്റ് ബോക്സ്, പോലീസിൻ്റെ ജീപ്പ്. അടിപൊളിയല്ലേ? അതാ മറ്റേ ബീരങ്കി സാധനം. സെറ്റ് പരിപാടി. അവിടെ ഒരു വലിയൊരു വിൻറ്റേജ് വണ്ടി കിടക്കുന്നുണ്ട്, റോൾസ് റോയ്സിൻ്റെ. അപ്പോൾ ഇതാണ് ബാബുൽ ബഹ്റൈൻ. ഈ ബാബുൽ ബഹ്റൈൻ്റെ തുടക്കത്തെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കുഞ്ഞു മ്യൂസിയം കേട്ടോ, അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവം. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു ബാബുൽ ബഹ്റൈൻ. ഇപ്പോൾ നമ്മൾ പകർത്തിയിട്ടുള്ള വിഷ്വൽസൊക്കെ ഇതുപോലുള്ള സംഭവമായിരുന്നു അല്ലേ. അതിൻ്റെ പഴയകാല പിക്ചറുകളാണ്. പോലീസ് ഓഫീസർ നിൽക്കുന്നത്, മാർക്കറ്റും കാര്യങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു കോലത്തിലേക്ക് മാറിയിട്ടുള്ളത്. ടാക്സി സ്റ്റാൻഡ്, ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇതിന് ബാബുൽ ബഹ്റൈൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. നിലവിലെ പോസ്റ്റ് ഓഫീസ് ഇതാ കേട്ടോ, ബഹ്റൈൻ പോസ്റ്റ്. കണ്ടില്ലേ, ഒരു പഴയൊരു സ്റ്റൈലിലാണ്, ട്രഡീഷണൽ ലുക്കിലാണ്. ആജി കഫേ, ഈ ഒരു കഫേ തുടങ്ങിയിട്ടുണ്ടല്ലോ 1950 കേട്ടോ. കഫേ തുടങ്ങിയ സമയത്തുള്ള ബഹ്റൈനും അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ട്രഡീഷണൽ കഫേ, ഫുള്ളും ഫ്ലാഗൊക്കെ വെച്ച് നല്ല രസമായിട്ട് കുറേ അതിൻ്റെ ഫോട്ടോസ് മ്യൂസിയം പോലെ കൊടുത്തിട്ടുണ്ട്. ഗൾഫിലെ ഏറ്റവും നല്ല പ്യൂർ ഗോൾഡ് കിട്ടുന്ന സ്ഥലം കൂടെ കേട്ടോ ഈ ബഹ്റൈൻ. അതിൻ്റെ ഒരു എന്താ പറയുക, കൂടുതൽ ഷോറൂമുകളുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മനാമ. കേരളത്തിലുള്ള ഒട്ടുമിക്ക വലിയ ജ്വല്ലേഴ്സിൻ്റെയും ബ്രാഞ്ച് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് ഇനി നേരെ പോകുന്നത് ഒരു സീഫ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അത് ഏകദേശം ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഒരു കിടിലൻ കോട്ടയ്ക്ക് മുമ്പിലേ ഞാൻ നിൽക്കുന്നു കേട്ടോ. ഈ ഒരു കോട്ടയ്ക്ക് ഏകദേശം ഒരു 5000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഡെൽമൺ സമൂഹം ബഹ്റൈനിൽ ഉണ്ടായിരുന്ന കാലം തൊട്ട് ഈ ഒരു കോട്ട ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഏകദേശം എന്താ പറയുക, ഒരു കടലിൻ്റെ അരികത്തേക്കായിട്ടാണ് വരുന്നത്. ധാരാളം ടൂറിസ്റ്റ് വരുന്നുണ്ട്. ബഹ്റൈനിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവരുടെ മെയിൻ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റം കേട്ടോ. എൻ്റെ ഉള്ളിൽ എന്താ ക്രൗഡ് ഉണ്ടോയെന്ന് അറിയില്ല. ഫുള്ളും ഫോട്ടോസും ഷൂട്ടും റീൽസും കാര്യങ്ങളായിട്ട് ജഗപകയാണ്. വാവ്, കടലിൻ്റെ പരിസരത്ത് തന്നെ ഭയങ്കര തണുപ്പ്. ഒരു എന്താ പറയുക, ഇതിൻ്റെ കല്ലിൻ്റെ കളറും മണ്ണിൻ്റെ കളറും മേഘത്തിൻ്റെ കളറൊക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു വൈബ് തന്നെ ഇതിനകത്ത്. അതിൻ്റെ ചരിത്രങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കയറുമ്പോൾ
എല്ലായിടത്തും ഇതിൻ്റെ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന ആളുകൾ, ആ സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു സ്ഥലം ഭയങ്കര യൂസായിരിക്കും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു ചെറിയ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു മൈതാനം പോലെ ഒരു സ്ഥലം. അവിടെ എന്തൊരു ഷെഡ് കെട്ടുന്നുണ്ട്, ചെറിയ വീടുകളുടെ റൂം, മറ്റേ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റകുറ്റ പണിക്കായിട്ട് പല എൻട്രൻസും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിങ്ങനെ പരന്ന് കിടക്കട്ടോ, ചെറിയ ചെറിയ ഗുഹകളായിട്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് ഈ പഴയ കോട്ടയ്ക്കകത്ത് കയറുമ്പോൾ പേടി തോന്നില്ല, ഇവിടെ പേടിയൊന്നും തോന്നില്ല കേട്ടോ. ചെറിയ റൂമുകൾ. ഇതിൻ്റെയൊക്കെ സ്റ്റെപ്പിൽ ഈത്തപ്പനത്തിൻ്റെ ആ ഒരു മരം ഉണ്ടല്ലോ, ഈത്തപ്പനത്തിൻ്റെ മരം വെച്ചിട്ട് വുഡ്, എന്താ പറയുക, തടി, ഈത്തപ്പനത്തിൻ്റെ തടി വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ചെറിയൊരു ലൈറ്റ് സെറ്റപ്പ്. സെറ്റ് പരിപാടി. ഇതൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് ഈത്തപ്പനത്തിൻ്റെ ആ ഒരു മരത്തിൻ്റെ തടി, ഇഞ്ഞു വിടൂല, തടി കൊണ്ടിട്ടോ അതൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. നല്ല അടിപൊളി കാറ്റുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് പോവാം. നടന്നൊരു വഴിയാവട്ടോ.